ട്രേഡിങ്ങിന് ഏറ്റവും എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് പേര് മിസ്റ്റേക്ക്ലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബയേഴ്സ് പ്ലസ് സെല്ലേഴ്സ്. അതായത് ഈച്ച് ബൈക്ക് ഒരു സെല്ലുണ്ട്. അതായത് ക്യുമുലേറ്റീവ് ആണ്. എവരി ബൈ ഹാവ് എ സെൽ. ഓക്കെ, അതാണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ 2 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കമ്മോഡിറ്റീസിൻ്റെ കേസ് എടുക്കാം, നമുക്കൊരു ഗോൾഡിൻ്റെ കേസ് എടുക്കാം. ഗോൾഡ് എന്ന് പറയുന്നത് റിയൽ ഡിമാൻഡുള്ള ഒരു ഫിസിക്കൽ അസറ്റാണ്, മെറ്റലാണ്. അതായത് സെല്ലേഴ്സ് കൂടുമ്പോഴേ ബയേഴ്സ് വരുള്ളൂ. വിൽക്കാൻ ആളുണ്ടെങ്കിലല്ലേ ഇത് മേടിക്കാൻ ആളുണ്ടായിട്ട് കാര്യമുള്ളൂ. മേടിക്കാൻ ആളുകൾ വില്ലിങ് ആയിട്ട് കാര്യമില്ല, വിൽക്കാനുള്ള ആളുകൾ പ്രിപ്പയർ ആവണ്ടേ. അപ്പോൾ നമ്മളതിനെ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കാണേണ്ടത് ഇങ്ങനെയാണ്. സെല്ലേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബയേഴ്സ് കൂടി വരും. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെല്ലേഴ്സ് ഇൻക്രീസ് ആവുക എന്നാണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലേഴ്സ് ഡിക്രീസ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യുമ്പം ഓപ്പൺ ഇൻട്രസ്റ്റിന് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. മറ്റ് ഫ്യൂച്ചേഴ്സിലും ഫോറക്സ് പേയേഴ്സിലും ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കാരണം ഇൻ്റർമീഡിയേറ്ററീസ് ആയിട്ട് ബാങ്കുകളുണ്ട്. പക്ഷെ കമ്മോഡിറ്റീസിൽ അങ്ങനെയല്ല. കമ്മോഡിറ്റീസ് ഹാവ് എ റിയൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പം ഷോർട്ട് സെല്ലേഴ്സ് കൂടുമ്പോഴേ അതിനനുസരിച്ച് ബയേഴ്സ് വന്നിട്ട് കാര്യമുള്ളൂ. അതർവൈസ് ബയേഴ്സ് വെയിറ്റ് ചെയ്യണം. ഷോർട്ട് സെല്ലേഴ്സ് കൂടണം, അപ്പോഴേ ബയേഴ്സിന് സാധനം കിട്ടുള്ളൂ. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സെല്ലേഴ്സ് കൂടുകയാണ്, അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സെല്ലേഴ്സ് കുറയുകയാണെന്നുള്ള ആ ഒരു നെഗറ്റീവാണ് നമുക്ക് എപ്പോഴും വേണ്ടത്.